നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം ഊന്നുങ്ങൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ 6 പ്രതികളാണുള്ളത്. ഇതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി എന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. നേര്യമംഗലം ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി. വിദേശത്ത് വെച്ച് തന്നെ ചിലർ പീഡിപ്പിച്ചുവെന്നും നിവിൻ പോളിയും ആ സമയം അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പരാതിക്കാരി പറയുന്നത്. യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിദേശത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സാധ്യമല്ലാത്തതിനാലാണ് പരാതിക്കാരിയുടെ സ്ഥലത്തെ സ്റ്റേഷനിൽ തന്നെ കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മലയാള സിനിമയിൽ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകൾ രംഗത്തെത്തിയത്. സിദ്ദിഖ്, മുകേഷ്, ഇടവേള ബാബു, ബാബുരാജ്, രഞ്ജിത്ത്, സുധീഷ് എന്നിവരെല്ലാം ലൈംഗിക അതിക്രമ കേസ് നേരിടുന്നുണ്ട്. എന്നാൽ യുവതാരത്തിന്റെ പേരിൽ പരാതി വരുന്നതും കേസെടുക്കുന്നതും ഇതാദ്യമാണ്. സംഭവത്തിൽ നിവിൻ പോളി ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. എന്നാൽ താരത്തിനെ സംബന്ധിച്ചിടത്തോളം നിരപരാധിത്വം തെളിയിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഇൻഡസ്ട്രിയിൽ മുഴുവനും ഇത്തരം സംസാരങ്ങൾ ഓരോ ദിവസം തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ അടക്കമുള്ള സീനിയർ താരങ്ങൾ അമ്മ സംഘടനയിലെ സംഘടന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനമടക്കം രാജിവെക്കുകയും ചെയ്തു. മോഹൻലാലും ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തി. മമ്മൂട്ടിയും ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. എന്നിരുന്നാലും ഇൻഡസ്ട്രിയെ ചുറ്റിയുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ പവർ ഗ്രൂപ്പാണ് സിനിമ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ നിയന്ത്രണം വഹിക്കുന്നതെന്നുമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വലിയ രീതിയിലുള്ള കോലിളക്കങ്ങൾ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിവിൻ പോളിയെ പോലുള്ള യുവതാരങ്ങളുടെ പേര് മുന്നിലേക്ക് വരികയാണ്. എന്നിരുന്നാലും താരത്തിന്റെ പ്രതികരണം അറിഞ്ഞ ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തലുകൾ ഉണ്ടാവുകയുള്ളൂ.